നമസ്കാരം. റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. അങ്ങനെ ആ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ പുതിയ സീസണിലെ തന്റെ ആദ്യത്തെ ഒഫീഷ്യൽ മത്സരം കളിക്കാൻ നാളെ ഇറങ്ങുന്നു. സൗദി സൂപ്പർ കപ്പാണ് മത്സരം നടക്കുന്നത്. ഹോങ്കോങ്ങിലാണ്. സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിൽ അൽ ഇത്തിഹാദുമായിട്ടാണ് അൽ നസറിന് കളിയുള്ളത്. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 5:30 ആ കളി ആരംഭിക്കുക. ക്രിസ്ത്യാനോ റൊണാൾഡോ വേഴ്സസ് കരീം ബെൻസീമ, അങ്ങനെ ഒരു പോരാട്ടം കൂടി ഉണ്ടല്ലോ. രണ്ട് വമ്പൻ ടീമുകൾ തമ്മിലാണ് പോരാട്ടം. രണ്ട് ടീമിലും സൂപ്പർ താരങ്ങളുണ്ട്. ബെൻസിമയും ക്രിസ്ത്യാനോയും വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളുമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അൽ ഇത്തിഹാദിന്റെ നായകൻ കരീം ബെൻസിമയുടെ ഒരു ചോദ്യം: നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യും ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഫേസ് ചെയ്യുന്നത്? ഹൗ വിൽ യു ഡീൽ വിത്ത് ദി ചലഞ്ച് ഓഫ് ഫേസിങ് റൊണാൾഡോയെ ഫേസ് ചെയ്യുക എന്ന ചലഞ്ച് നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യും? ബെൻസിമക്ക് ഇതിന് ഉത്തരം പറയുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം സൗദി ലീഗിൽ രണ്ടുപേരെത്തിയിട്ട് ഇത് ആദ്യത്തെ കളിയൊന്നുമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഇതിലെ മാറ്റർ എന്താന്ന് വെച്ചാൽ ഞാൻ മുമ്പ് കളിച്ച ഒരു താരത്തിനെതിരെയാണ് ഇവിടെ കളിക്കാൻ പോകുന്നത്. അദ്ദേഹം ആവട്ടെ ഒരു ഗ്രേറ്റ് പ്ലെയർ ആണ്. ക്രിസ്ത്യാനോ ഒരു ഗ്രേറ്റ് പ്ലെയർ ആണ്. അതൊക്കെ ശരി തന്നെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ടുമാറോസ് മാച്ച് ഈസ് അൽ ഇത്തിഹാദ് അഗെയിൻസ്റ്റ് അൽ നസർ. നാളത്തെ കളി അൽ ഇത്തിഹാദും അൽ നസറും തമ്മിലാണ്, അല്ലാതെ ബെൻസിമയും CR7 തമ്മിലല്ല. അത് തന്നെയാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത്. രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് അൽ നസറും അൽ ഇത്തിഹാദും തമ്മിലുള്ള പോരാട്ടമാണ്. ആ അർത്ഥത്തിൽ ഈ കളിയെ കണ്ടാൽ മതി എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്: ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് മാച്ച്. ഒരു ഗ്രേറ്റ് മാച്ച് ആയിരിക്കും, ടഫ് മാച്ച് ആയിരിക്കും, വിത്ത് ഔട്ട്സ്റ്റാൻഡിങ് പ്ലേയേഴ്സ് ഫ്രം ബോത്ത് സൈഡ്സ്. രണ്ട് ഭാഗത്തും ഔട്ട്സ്റ്റാൻഡിങ് പ്ലേയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് കടുത്തൊരു പോരാട്ടമായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് എന്ന് തന്നെ ഇപ്പോൾ കരീം ബെൻസീമ പറയുന്നു. അതോടൊപ്പം തന്നെ അവരുടെ കോച്ച് ലോറൻ ബ്ലാങ്കിനോട് ചോദിക്കുന്നുണ്ട്, എതിരാളികൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ടല്ലോ, അവരിൽ പുതിയ താരങ്ങൾ വന്നിട്ടുണ്ടല്ലോ, ഈ കളിയെ എങ്ങനെ കാണുന്നു എന്നുള്ള ചോദ്യം അദ്ദേഹത്തിന്റെ ഭാഗത്ത് വരുമ്പോൾ, അദ്ദേഹത്തിന് നേരെ വരുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി: തീർച്ചയായിട്ടും കോമ്പറ്റീറ്റേഴ്സ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, ശരി. പക്ഷെ ഞങ്ങൾ ഇവിടെ ചാമ്പ്യൻഷിപ്പ് വിജയിക്കാനാവുന്നത്, അതാണ് ഞങ്ങളുടെ മെയിൻ ഗോള്. സൈക്കോളജിക്കലി, മെന്റലി ഞങ്ങൾ പ്രിപ്പയർഡ് ആണ്. ഓപ്പോസിറ്റ് ടീമിനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നാണ് ലോറൻ ബ്ലാങ്കിന്റെ മറുപടി. എന്തായാലും ഒരു ടഫ് മാച്ച് നാളെ നടക്കുമെന്ന് പ്രതീക്ഷയിൽ കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.